കേരള കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്. കർത്താവും ശിഷ്യന്മാരും അന്ത്യ അത്താഴത്തിന് ഇരുന്നതുപോലെ ഈ ഇരിപ്പിരുന്നപ്പോഴാണ് ജോസഫ് മാണിയോട് ഗുരു എനിക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞത്. പിന്നെ കോട്ടയമാണ് കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ്. ആ സീറ്റിൽ മത്സരിക്കണമെന്നൊരു താല്പര്യം പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് യോഗത്തിൽ പാർട്ടിയുടെ ചെയർമാൻ മാണി സാറിനോടും പാർലമെന്ററി പാർട്ടിയോടും അങ്ങനെ ആവശ്യം ആ യോഗത്തിൽ വെക്കുകയുണ്ടായി. മാണി സാർ ഈ വിഷയം മറ്റു പാർട്ടി നേതാക്കന്മാരോടും ബന്ധപ്പെട്ട മറ്റാളുകളോടും ആലോചിച്ച് ഒരു തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് കോട്ടയത്ത് ഇവിടെ ഇന്ന് ഇരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ പാലായിൽ വെച്ച് അപ്പോൾ ഈ ന്യൂസ് അറിഞ്ഞുകൊണ്ട് നമ്മുടെ പാർട്ടി മണ്ഡലം പ്രസിഡന്റുമാരും മറ്റ് നേതാക്കളും എല്ലാം ഇവിടെ വന്നു. അത് ഞാൻ ക്ഷണിച്ചിട്ടൊന്നും വന്നതല്ല. ഈ ന്യൂസ് അറിഞ്ഞുകൊണ്ട് അവർ സ്വയം അവരെല്ലാവരും കൂടി എത്തിയതാണ്. എത്തിയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇത് ഇങ്ങനെയൊരു ധർമ്മസങ്കടത്തിലാണ് ഞാൻ, അപ്പോൾ എന്നെ ഒന്ന് സഹായിക്കണം എന്നാണ് ഞാൻ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഒരു ഇടുക്കിക്കാരൻ കോട്ടയത്ത് വന്ന് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്ന് കേട്ടവാറേ അവരൊക്കെയും വലിയ വായിൽ വിലപിക്കാൻ തുടങ്ങി. അയ്യോ സാറേ, ഒരിക്കലും പറ്റിയില്ല. അത് നമ്മൾ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് അകത്തു നിന്നുള്ള ആൾ തന്നെ ആയിരിക്കണം. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ എതിരായിട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം നിർത്തേണ്ടി വരും എന്നൊക്കെ അവർ വളരെ കർക്കശമായി ഇവിടെ വെച്ച് സംസാരിക്കുകയുണ്ട്. അപ്പം ഞാൻ അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വിട്ടു, നമ്മുടെ പാർട്ടി പ്രവർത്തകരൊക്കെ ആയിട്ട് ആലോചിക്കേണ്ട ഇവിടെ വികാരങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞങ്ങ് വിട്ടു. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങൾ മാനിച്ചുകൊണ്ട് ആണ് ഞാൻ തോമസ് ചാഴികാടനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുള്ളത്. എന്നിരിക്കലും മാണി സാറിൻ്റെ മുടിയനല്ലാത്ത പുത്രൻ ജോസ്മോൻ അപ്പനെ വഴിതെറ്റിച്ചതാണ് എന്ന് പലരും പറഞ്ഞു നടപ്പുണ്ടായിരുന്നു. ഉന്നതാധികാര സമിതിക്ക് മേളിലൊരു സമിതി ഉണ്ടോന്ന് ചോദിക്കുന്നത് ശരിയാണോ? കേരള കോൺഗ്രസിന്റെ പ്രതിസന്ധിയിൽ ഇടപെടാൻ പ്രതിസന്ധി ഉണ്ടെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമിതിയായ സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച ചെയ്ത് അതിനുശേഷം എല്ലാ ഘടകങ്ങളുമായി നേതാക്കളുമായി ചർച്ച ചെയ്ത് നമ്മുടെ സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പാർട്ടി ചെയർമാൻ ഈ കാര്യങ്ങളത് എല്ലാവരോടും വിശദീകരിക്കുകയുണ്ടായി. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. പുത്രന്റെ ഇംഗിതത്തിന് വഴങ്ങിയ ഗുരു തന്നോട് അനീതി കാട്ടി എന്ന് കണ്ടവാറേ ജോസഫിൻ്റെ ഹൃദയം പിളർന്നുപോയി. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഒരു ഭൂരിപക്ഷമാണ് വെറുതെ മനസ്സിലാക്കാതല്ല. കോട്ടയം ജില്ലയിലെ വികാരം എന്ന് പറഞ്ഞാൽ ഒരു ജില്ല മാറി മത്സരിക്കാൻ പാടില്ല. ഇടുക്കിയിൽ തന്നെ പി ജെ കുര്യൻ, പി സി ചാക്കോ, കെ എം മാത്യു തുടങ്ങി ഇവിടെ ഒന്ന് മത്സരിച്ചിട്ടുണ്ട്. ഇത് വളരെ സാധാരണമായൊരു കാര്യമാണ്. ശ്രീ റോഷി അഗസ്റ്റിൻ തന്നെ കോട്ടയം ജില്ലയിലെ ആൾ ഇടുക്കി വന്ന് മത്സരിക്കുന്നു. ആ ഒരു കാരണം പറഞ്ഞ് എൻ്റെ ഈ സ്ഥാനാർത്ഥിയെ നിഷേധിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അവലംബിച്ചത്. അതൊട്ടും ശരിയായിട്ടുള്ളതല്ല. അത് ആ മാനദണ്ഡം ഒരിക്കലും അംഗീകരിക്കപ്പെടുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് വരുന്ന കാര്യങ്ങൾ ഞാൻ യു ഡി എഫിൻ്റെ ഒരു ശക്തനായ ഏറ്റവും യു ഡി എഫിനോട് ചേർന്ന് പോകുന്ന ഒരാളാണ്. യു ഡി എഫിനെ സംരക്ഷിക്കാൻ പല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യു ഡി എഫ് നേതൃത്വവുമായി ആലോചിച്ച് അനന്തര പരിപാടികൾ രൂപീകരിക്കും. ഇത്തരുണത്തിൽ സന്തോഷിച്ചത് ഒരേ ഒരാളാണ്, സാത്താനല്ല, ജോസഫിൻ്റെ പഴയ ശത്രു. എന്നിരിക്കലും
ജോസഫ് ഇപ്പോൾ മാണിയുടെ ശത്രുവായ സ്ഥിതിക്ക് പഴയ ശത്രു ജോസഫിന് ഉപദേശം ചൊരിഞ്ഞു കൊടുത്തു. ജോസഫിന് മുമ്പിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, രാഷ്ട്രീയം നിർത്തി പശുക്കറവിയും കൃഷിയായി പോവുക. ജോസഫിന് ഇഷ്ടമുള്ളൊരു തൊഴിലാണ്, പോകാം. രണ്ട്, ഈ അനീതിക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറായി രംഗത്ത് വന്ന് ഫൈറ്റ് ചെയ്യുക. ഇതിലേത് ജോസഫ് സ്വീകരിക്കുന്നത് എനിക്കറിയില്ല. ജോസഫിൻ്റെ സ്വഭാവം അനുസരിച്ച് ഫൈറ്റ് ചെയ്യാൻ തയ്യാറുള്ളതാണെന്നാണ് എൻ്റെ ഒരു അനുഭവം. അതുകൊണ്ട് ജോസഫ് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് ഇറങ്ങി വന്നാൽ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും മാന്യമര്യാദയുള്ളവരുടെയും പിന്തുണ ജോസഫിനോടുണ്ടാവും. ജോസഫ് അതിന് തയ്യാറാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഇതേ സമയം ജോസഫിൻ്റെ യഥാർത്ഥ ശിഷ്യർ ഇതികർത്തവ്യ മൂഢരായിപ്പോയി. ഇല്ല, ഞങ്ങൾ അങ്ങനെ ഒരാവശ്യം പറയില്ല. പുറത്തേക്ക് വരണമോ അവിടെ തന്നെ തുടരണമോ എന്നൊക്കെ തീരുമാനിക്കേണ്ട അദ്ദേഹമാണ്. അദ്ദേഹത്തിന് അറിയാമല്ലോ, അദ്ദേഹം വളരെ പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. ഞങ്ങളുടെ നേതാവായിരുന്നല്ലോ അദ്ദേഹം. ഇന്നും ഞങ്ങൾക്ക് അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹം തീരുമാനമെടുക്കട്ടെ. ആ തീരുമാനം എടുക്കാതെ ഞങ്ങൾ അതേക്കുറിച്ചൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നതിൽ യാതൊരു സാങ്കത്യവുമില്ല. ജോസഫ് ആകട്ടെ മാണിയിങ്കൽ നിന്ന് പുറപ്പെട്ടു പോയാലും തന്നെ UDF-ൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് കോൺഗ്രസിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ്. അല്ല, അങ്ങനെയല്ല. അതായത് ഞാൻ എപ്പോഴും ശിവാവതി വിശ്വാസക്കാരനാണ്. ഏതെങ്കിലും ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് മത്സരിക്കാനുള്ള സീറ്റ് നിങ്ങൾ തന്നെ അന്വേഷിപ്പിൻ, കണ്ടെത്തും. നിങ്ങളെ പിന്തുണക്കുന്നവരുടെ വാതിലിൽ നിങ്ങൾ തന്നെ മുട്ടുവിൻ, തുറക്കപ്പെടും. മാണിപ്പിതാവിനും പുത്രനും സ്തുതിയായിരിക്കട്ടെ. പൊളിമിക്സ് പോവുകയാണ്. നന്ദി, നമസ്കാരം.